ആബേൽ ആട്ടിടയനും കായൻ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായൻ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞിൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവന്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു, കായേനിലും അവന്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. അതായത് കായേന്റെ കാഴ്ച ദൈവം സ്വീകരിച്ചില്ല, ആബേലിന്റെ കാഴ്ച ദൈവം സ്വീകരിച്ചു. ചോദ്യം, ഒരാൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് രണ്ടുപേരും കാഴ്ചവെച്ചിട്ട് ഒരാളുടെ കാഴ്ച മാത്രം ദൈവം സ്വീകരിച്ചു, ഒരാളുടെ സ്വീകരിച്ചില്ല? ദൈവത്തിന് ദൈവത്തിൻ്റെതായ ജ്ഞാനമുണ്ട്. ദൈവം പറയുന്നു, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ ഉയർത്തുന്നു, ഇഷ്ടമുള്ളവരെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യാൻ നമുക്കാവില്ലെന്ന് ജെറമിയ പറയുന്നു. അതായത് എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മെനഞ്ഞതെന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ? നമ്മളെ ഓരോരുത്തരെയും ദൈവം മെനഞ്ഞത് ഓരോ വിധത്തിലാണ്. ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ്, ഓരോരുത്തർക്കും ഓരോ വിദ്യാഭ്യാസ യോഗ്യതയാണ്, ഓരോരുത്തർക്കും ഓരോ കുടുംബ സാഹചര്യമാണ്, ഓരോരുത്തരും ജനിച്ചത് ഓരോ കുടുംബ പശ്ചാത്തലത്തിലാണ്. ഇത് മറ്റൊരു വിഷയമാണ്. ഇന്ന് ഈ വിഷയത്തിനകത്ത് അത് പറയാൻ പറ്റില്ല. എങ്കിലും ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. അതായത് എന്റെ നിയോഗമല്ല നിന്റെ നിയോഗം, എന്റെ നിയോഗമല്ല നിന്റെ നിയോഗം. ഓരോരുത്തരെയും ദൈവം ചില അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത് അവർ ഈ ഭൂമിയിൽ ചെയ്യാനുള്ള നിയോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓരോരുത്തരെയും ദൈവം ചില പ്രത്യേക രീതിയിലൂടെ, പ്രത്യേക അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത് അവർ ഈ ഭൂമിയിൽ പൂർത്തിയാക്കാനുള്ള അവരുടെ നിയോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഡോക്ടർ ആവാനുള്ള പഠിത്തമല്ല എഞ്ചിനീയർ ആവാൻ, എഞ്ചിനീയർ ആവാനുള്ള പഠിത്തമല്ല കളക്ടർ ആവാൻ, കളക്ടർ ആവാനുള്ള പഠിത്തമല്ല വക്കീലാവാൻ, വക്കീലാവാനുള്ള പഠിത്തമല്ല അച്ഛനാവാൻ, അല്ലേ? അതായത് ഓരോരുത്തർക്കും അവരുടെ നിയോഗം അനുസരിച്ച് പരിശീലനത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ദൈവം ഈ ഭൂമിയിൽ നമ്മൾ പൂർത്തിയാക്കാനുള്ള നിയോഗം അനുസരിച്ച് ചില പ്രത്യേക വിധത്തിലാണ് നമ്മളെ പരിശീലിപ്പിക്കുന്നത്. അപ്പോ ഞാൻ ഒരു വൈദികനായി, ഒരു സുവിശേഷകനായി ഈ ലോകത്ത് എന്റെ നിയോഗം പൂർത്തീകരിക്കാൻ വേണ്ടി എന്നെ ദൈവം അതിന് ചേർന്ന ചില അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. കഷ്ടപ്പാടുകള്, ദുരിതങ്ങള്, ക്ലേശങ്ങള്, ദാരിദ്ര്യം, കടബാധ്യതകള്, കടക്കണികള്, അപമാനങ്ങള്, ഇതിലൂടെ എല്ലാം കടന്നു വന്നിട്ടാണ് ഞാൻ സുവിശേഷകനായത്. എനിക്ക് ചോദിക്കാൻ പറ്റില്ല, അതായത് എന്റെ കൂടെ എന്റെ ഒപ്പം പഠിച്ച, എന്നെ പോലെ തന്നെ സെമിനാരി പഠിച്ച, എന്റെ ബാച്ചിൽ പഠിച്ച വേറൊരച്ഛന് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് എനിക്ക് എന്റെ അനുഭവവും ആ വൈദികന്റെ അനുഭവവും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള അവകാശം ഇല്ല. കാരണം എന്റെ നിയോഗമല്ല അയാളുടെ നിയോഗം. ഓരോരുത്തരുടെ നിയോഗം അനുസരിച്ച് അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്.